ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഓണൊക്കെ എല്ലാവരും ഇവിടെ എത്തി. അപ്പോൾ എൻ്റെ മോളുടെ അംഗനവാടിയിൽ നിന്ന് ഓണപ്പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനായിട്ട് പൂക്കളൊക്കെ കൊണ്ടുപോകാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതാ ഒക്കെ ആയിട്ട് അംഗനവാടിക്ക് പോകണം. അപ്പോൾ ഞങ്ങളത് അംഗനവാടിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതാ പൂക്കളൊക്കെ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ടീച്ചേഴ്സും പാരൻസും എല്ലാവരും കൂടിയാണ് പൂക്കളൊക്കെ ഇടുന്നത്. അപ്പോൾ അതാ ഒരു ഇതൊക്കെ ഞങ്ങളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കുട്ടീൻ്റെ അമ്മ വരച്ചാട്ടോ നല്ല അടിപൊളിയായിട്ട് ചിത്രമൊക്കെ വരച്ച് തന്നിട്ടുണ്ട്. എല്ലാവരും കൂടി പൂക്കളൊക്കെ ഇട്ട് ഒരുവിധമൊക്കെ ഇതാ കഴിയാനായി. 90% കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇതാ ഞങ്ങൾ അടിപൊളി പൂക്കളോടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ട് പൂക്കളം. നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാവരും കൂടി പൂക്കളം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഞങ്ങൾ കുഞ്ഞോണം 2024 എഴുതിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളെ പരിപാടിയില്ല, അപ്പോൾ കുട്ടികളെ പേര് തന്നെ ആയിക്കോട്ടെ വെച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ഒരു പേര് കൊടുത്തതാണ്. ഞങ്ങൾ കൊടുത്ത പേര് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ഇടണേ ഇഷ്ടമായാൽ. അപ്പോൾ അതാണ് ഞങ്ങൾ അടിപൊളി പൂക്കളം. ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ. ഇനി നമുക്ക് മെയിനായിട്ടുള്ള പരിപാടി നമ്മൾ സദ്യ ആണല്ലോ, അപ്പോൾ അതിലേക്ക് കിടക്കാം. അപ്പോൾ ഒരുപാട് ഐറ്റം കറികളും എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങൾ സദ്യയിൽ. 18 ഐറ്റത്തോളം കറികളും ചോറടക്കം എല്ലാം കൂടി അടിപൊളി സദ്യ തന്നെയായിരുന്നു. പാരൻസിൻ്റെ വക അവരും ടീച്ചേഴ്സ് അവരും ഒക്കെ എല്ലാവരും കൂടി പ്രിപ്പയർ ചെയ്താണ് ഫുഡൊക്കെ. നല്ല അടിപൊളി ഫുഡായിരുന്നു. എല്ലാ കറികളും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി കുട്ടികൾക്ക് നമുക്ക് ഞങ്ങൾ വിളമ്പി തുടങ്ങി. അപ്പോൾ തന്നെ കുട്ടികൾക്ക് വിശക്കുണ്ട് പറഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് കുട്ടികൾക്ക് ഉണ്ട് കൊടുക്കാൻ വിചാരിച്ചു. അപ്പോൾ കുട്ടികൾക്ക് കറികളൊക്കെ വിളമ്പി കൊടുക്കുക. എല്ലാവരും കൂടി തന്നെയാണ് ഒക്കെ ചെയ്യുന്നത്. നല്ല സഹകരണത്തോടു കൂടി എല്ലാവരും നല്ല സന്തോഷത്തിൽ ഉഷാറാക്കിയിട്ട് തന്നെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികളൊക്കെ അത് ഫുഡ് കഴിക്കണേ. അൽഹംദുലില്ലാ എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ കഴിക്കേണ്ടതാണ്. ഓണം എല്ലാവരും അടിപൊളിയായി ആഘോഷിക്കുന്നുണ്ട്. പിന്നെ മക്കളൊക്കെ ഇലയിലൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് തന്നെ ഒരു കുളിർമയാണല്ലേ, ചെറിയ മക്കളിങ്ങനെയൊക്കെ കഴിക്കണ കാണുമ്പോൾ. അപ്പോൾ കുട്ടികളെ ഊഴം കഴിഞ്ഞു. ഇനി ഞങ്ങൾ രക്ഷിതാക്കളെ ടൈമാണ്. അപ്പോൾ എല്ലാ കറികളുണ്ട് കേട്ടോ. സാമ്പാർ, അവിയൽ, പച്ചടി, കിച്ചടി, തോരൻ, കാളൻ, ഓലൻ, അച്ചാർ, പുളിയിഞ്ചി, പായസം, പപ്പടം, പഴം, അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട്. രസം, അങ്ങനെ എല്ലാം കൂട്ടി നല്ലൊരു പിടി അങ്ങോട്ട് പിടിച്ചു. അടിപൊളി സദ്യയായിരുന്നു, പറയാൻ വാക്കുകളില്ല, അത്രയും സൂപ്പറായിരുന്നു. അതൊക്കെ ഉണ്ട്. പിന്നെ പായസവും പപ്പടവും പഴം കൂടി കൂട്ടി എൻ്റെ ഒരു മെയിൻ സംഭവമാണ്, അതും ഞാൻ കഴിച്ചു. നല്ല ഇഷ്ടമാണ് അങ്ങനെ കഴിക്കണേ. അതൊക്കെ പിന്നെ കുട്ടികളെ